ഞാൻ കോട്ടയം സ്വദേശിയാണ്. പാലസ് ഓട്ടോണമസ് കോളേജിലെ ബിഒ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഞാനിന്നിവിടെ ഞങ്ങളുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ചെടികളുടെ ചുവട്ടിൽ തന്നെ തുള്ളികളായി വെള്ളം എത്തിക്കുന്ന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കും വഴി ഏറ്റവും കൂടുതൽ ജലസേചനം നടക്കുന്നത് ടെറസ് ഫാമിങ്ങിലും അല്ലെങ്കിൽ റെയിൻ ഷട്ടറിലുമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പോൾ ഇത് ടെറസിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ചെയ്യുന്ന രീതി നോക്കാം. സാധാരണ രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷനിൽ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ IBC ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആയതിനാൽ നമുക്ക് ഇതിൽ നിന്നും ഫിഷിൻ്റെ വേസ്റ്റും പിന്നെ വാട്ടറും ഒരുമിച്ചാണ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ചെടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയാൻ പോണത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിഗേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ വെള്ളവും വളവും ഒരുമിച്ചാണ് നമ്മൾ ഈ ചെടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ് ഡ്രിപ്പ് ലൈനിൽ കൂടെ വന്ന് അതിൻ്റെ ഹോളിൽ അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൈപ്പ്. ഈ പൈപ്പ് സാധാരണഗതി വെള്ളത്തിലേക്ക് ഇട്ടത് പൊങ്ങി നിൽക്കും. അതുകൊണ്ട് ഒരു കല്ല് കെട്ടിയാണ് ഇത് ഈ ടാങ്കിൽ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഇവിടെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഡ്രോപ്പ് ആയിട്ടാണ് വെള്ളം പോകുന്നത്. നമുക്ക് 1 മണിക്കൂർ 4 ലിറ്റർ വെള്ളം മാത്രമേ ഇതിൽ നിന്ന് വരത്തുള്ളൂ. ആയതിനാൽ നമുക്ക് വാട്ടർ യൂസേജ് വളരെ കുറവാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് പൈപ്പും ഡ്രിപ്പറും. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് പൈപ്പിന് വരുന്നത് 6 രൂപയും ഡ്രിപ്പറിന് വരുന്നത് 4 രൂപയാണ്. ഇങ്ങനെ ജലസേചനം ചെയ്യുന്ന വഴി 30 to 50% വെള്ളം നമുക്ക് ലാഭിക്കാം. കൃത്യമായ ഇടവേളയിൽ ചെടികൾക്ക് ആവശ്യമുള്ളത്ര ജലം ലഭിക്കുന്നതിനാൽ വിളവ് കൂടുന്നു. ആയതിനാൽ കളകളുടെ വളർച്ച തടയാൻ സാധിക്കുന്നു, അധ്വാനം കുറയുന്നു, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നു. എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ്. വീട്ടിൽ കൃഷിയുള്ളവർക്കും വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.